ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ കുറച്ച് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്താൽ മതി. ഞാനാണെങ്കിൽ കാണിച്ചാൽ വേണ്ടി കുറേ എടുത്തിനു. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ അടുത്തുള്ള ഒരു മെഴുകുതിരി കത്തിക്കുക. ഒരു ലൈറ്ററോ തീപ്പത്തോ എന്തെങ്കിലും വെച്ച് കത്തിക്കുക. അത് കത്തിച്ചിട്ട് നമുക്ക് ഇത് ഉരുക്കണമെങ്കിൽ എന്താ മിൽക്ക് മെയ്ഡിൻ്റെ ആ ടിന്നുണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ടിന്നിലൊക്കെ ഉരുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ഫാബ്രിക് റെയിനിൻ്റെ ഒരു കുപ്പിയാണ്, ചെറിയ കുഞ്ഞു കുപ്പി. പിന്നെ പ്ലക്കർ ഉണ്ടല്ലോ, പ്ലക്കർ പിടിച്ചിട്ട് ഉരുക്കുക. അപ്പോൾ നമുക്ക് ഉരുക്കിയിട്ട് വരാം കേട്ടോ. അടിയിൽ ഇങ്ങനെ പിടിച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ കുറേ നേരമൊന്നും വേണ്ട, കുറച്ച് നേരം. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ച മറന്നതാണ്, അത് ജസ്റ്റ് ഇങ്ങനെ ചമ്പിക്കുക, ഒരു കോണ് പോലെ ആക്കട്ടെ 2 ഭാഗവും. അത് ഒഴിക്കാനാണ് കേട്ടത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഉരുക്കിയെടുത്ത് ഈ 2 ബോട്ടിൽസിക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കേണ്ട നേരത്താണെങ്കിൽ എങ്ങനെ പൊടിച്ചണ്ടെന്നും ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് വെക്കേണ്ടത്. ചെയ്തിട്ടല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരുക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ തിരി വെക്കാണ് കേട്ടോ പാടുപെട്ടത്. നമ്മളൊക്കെ ഒരു മിഠായിൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട്, എന്നാലും നമുക്കൊരു കാണുമ്പോൾ വൃത്തി ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ അല്ലെങ്കിൽ ക്യാൻഡിൽ ഉണ്ടാക്കേണ്ട മോൾഡ് വാങ്ങാൻ കിട്ടും, അതിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ കുപ്പി പൊട്ടിക്കാൻ പറ്റില്ല, ആ മെഴുക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാകുമ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ ഉരുകിയത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇതാണെങ്കിൽ കഴിയൂല്ല. പിന്നെ ഞാൻ ലാസ്റ്റ് എടുത്തിട്ട് ബാക്കി വന്നതിന് അതാണെങ്കിൽ നമ്മളെ മരുന്നും കുപ്പി ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് കുപ്പി മരുന്നൊക്കെ വാങ്ങേണ്ട, അതിൻ്റെ മൂടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും മൂടുകളെ പറ്റുള്ളൂ. പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും നമ്മൾ ഈ ഉരുക്കിയത് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം പ്ലാസ്റ്റിക്കിൽ എന്താ വെച്ചാൽ ഉരുക്കും കേട്ടോ, പ്ലാസ്റ്റിക് ഉരുക്കും. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കണ്ട തിരിയാൾ വെച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് ആകെ 2 തിരിയാളുണ്ട്, അതിൻ്റെ ഒന്ന് ചെറുതും പിന്നെ ഒന്ന് വലുതുമാണ്. അതാണെങ്കിൽ വെക്കാൻ പാടുപെട്ടു കേട്ടോ. അപ്പോൾ ഇനി ഉമ്മ വന്ന് സഹായിച്ചു, അതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് കേട്ടോ. ഉമ്മ വന്ന് സഹായിച്ചതാണ്. അതിൻ്റെ അടിയിൽ കൂടെ അനിയത്തി ഇതെന്താ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് പാളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ 2 കാർഡ്ബോർഡൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ. അതാണ് രസം ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ 2 ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നും കുപ്പിയിൽ വെച്ചിട്ടുണ്ടത് ഞാൻ ജസ്റ്റ് ആ തിരിന്ന് പൊന്തിച്ച് നോക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മെഴുക് തിരി കൊണ്ട് പോരും വെച്ചിട്ട് അത് പോന്നില്ല കേട്ടോ, തിരി പോന്നു. ഓക്കെ, ലാസ്റ്റ് ഞാൻ ആ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ. അതാണെങ്കിൽ കത്തുമ്പോൾ ചെറിയൊരു പൊട്ടൽ, അത്രേ ഉള്ളൂ. ആ ഫസ്റ്റത്തിൽ ഇത് റെഡി ആയിട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ കത്തിച്ചിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഞാനാണെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കേണ്ടതും. അപ്പോൾ എനിക്കൊരു ഇതുണ്ട്.